അപ്പോൾ നമ്മളിത് ചായ പിടിക്കാൻ വേണ്ടി കയറിയതാണ്. മീൻ പിടിക്കാൻ പോകുന്ന വഴിക്കാൻ ഞാനും എൻ്റെ ചേട്ടനുണ്ട്. നല്ല അടിപൊളി ബീഫ് കറി, മീൻകറി ഉണ്ട്. ഇതോടെ ഒരു പിടുത്തം പിടിച്ചിട്ട് പോകാം. ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ കാപ്പി പിടിക്കണമായിരുന്നു. ഇവിടെ തന്നെ ഹൃദയേഷ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. എന്നാൽ കഴിച്ചിട്ടാണോ? അപ്പോൾ നമ്മളങ്ങനെ കഴിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നൊരു ഒരു 10-20 മിനിറ്റിൻ്റെ ട്രാവലിംഗ് ഉണ്ട് പോകാൻ വേണ്ടി. പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ നേരെ പോയി കഴിച്ചുകൊണ്ടിട്ട് കുറച്ച് ചുവാരികളെ പിടിക്കാനാണ് പരിപാടി. ചുവാരി, നമ്മുടെ നാട്ടിൽ ചുവാരി എന്ന് പറയും. ഇവരെ ഇങ്ങനെയൊക്കെ കുറേ സ്ഥലത്ത് പല പേരുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് ഇനിയാണ് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ. ഇതാണ് കാട്. നല്ല അടിപൊളി കാട്ടിന് നടുക്കൂടുള്ള വഴിയിലൂടെ പോകാൻ. എന്താ ഇവിടെ നിന്ന് നടന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട്. നമ്മളിവിടെ സ്ഥിരം വരുന്ന വഴിയാണ്ട് നമുക്ക് പിന്നെ വലിയ പേടിക്കാനൊന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ പുറത്തുനിന്ന് വരുവാണെങ്കിൽ തന്നെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ആനയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേനും അന്ന് ഞങ്ങളുടെ ക്യാമറ ഒന്നും ഇല്ലായിരുന്നു, ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 2 കരിമീൻ ഇവിടുന്ന് കിട്ടി. നല്ല സൈസ് കരിമീനായിരുന്നു അത്. ഞങ്ങളതിനെ പിടിച്ച് കൊണ്ട് വറുത്ത് ഇവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്തിട്ടാണ് പോയത്. പിന്നെ നമുക്ക് കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം. നോക്കി പറഞ്ഞാണ് നല്ല മുള്ളുള്ള സ്ഥലമാണ്. ആരും കയറി കഴിഞ്ഞാൽ തീട്ടുന്നു. നല്ല കറുത്ത് തുടങ്ങിയിട്ടാണ്. ഉണ്ടക്കാർ നമുക്കുണ്ടാകുമെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഫിഷിങ് സ്പോട്ട്. ഇവിടെ എന്ത് മീനെ കിട്ടുന്ന സ്ഥലമെന്ന് അറിയാം. കാണിച്ചുതരാം. അവിടെ എല്ലാം ചേറ് കിട്ടുന്നുണ്ട്. കാണാൻ പറ്റുന്നൊന്നുമില്ല, അങ്ങ് ദൂരെ. അത്യാവശ്യം നല്ല കണ്ടിട്ട് നല്ല മീൻ പിടിക്കാനുള്ള ക്ലൈമറ്റാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ചൂടിപ്പോൾ കുറവുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മളിന്ന് പോൾ റോഡിലാണ് ഫിഷ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, എൻ്റെ രാശി ചൂണ്ടയാണ്. ഇതുകൊണ്ടാണ് ഇവിടെ നിന്ന് എന്ത് മീനെ പിടിച്ചിട്ടുണ്ടെന്നറിയാം. നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയാണ് സിറ്റുവേഷൻസ്. ഞങ്ങളൊന്ന് തീറ്റ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഈ സ്ഥലം നോക്കിയായിരുന്നു നല്ല അടിപൊളിയാണ്. ഇവിടെ മീൻ പിടിക്കാനായാലും വൈബാണെങ്കിൽ പോലും നല്ല കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട്, കിളികളുടെ നാദം. തീറ്റ എടുക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് വിഴുങ്ങുന്നില്ല. യെസ്, ഇതാണ് ഇവിടുത്തെ പരിപാടി. എന്താ ഇതുപോലത്തെ ചുവാലി ഇവിടെ നിന്ന് കിട്ടുന്നത്. നല്ല വറക്കാനുള്ള അടിപൊളി സാധനന്മാർ. കിട്ടി ഇവിടെ എന്തായി? ഞാൻ പിന്നെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തോ. ആക്കാൻ മതി. നമ്മൾ ആദ്യം ചെറുതിൽ നിന്നാണ് തുടങ്ങാൻ. അടുത്തതിനെ പിടിക്കാൻ നോക്കാം നമുക്ക്. അല്ല, ഇവിടെ മീനുണ്ട്. നൈസായിട്ട് നിന്ന് ഇഷ്ടം പോലെ മീൻ കിട്ടും. 2 കിലോ അടുത്തൊക്കെ നമുക്ക് പിടിക്കാം. പക്ഷേ അതുപോലെ ക്ഷമ വേണം. കൊത്തുന്നുണ്ട്. പോട്ടെ. എവിടെ എടുത്തേ പൊക്കിക്ക്. ഇപ്പോൾ ഓണാക്കി ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ല, സൈസ് ഉണ്ടല്ലേ.
ഏയ് എടുത്തിട്ടല്ല ചാടിപ്പോ. നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. കാണിച്ചേ ചുവാതി കുറേ നേരത്തിന് ശേഷം. സാറിൻ്റെ വർക്ക എടുത്തിട്ടു. ക്യാമറ ഓണാക്കാൻ വിട്ടുപോയി, പക്ഷെ സാധനം കിട്ടി. ക്യാമറ ഓണാക്കാൻ വിട്ടുപോയി. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വർക്കുള്ള സൈസുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മീനെ പിടിക്കുമ്പോൾ എന്നാ രസം എന്ന് അറിയുമോ? ഇടുക, കൊത്തുക, ഈ സംഭവന്മാർ. ഇപ്പം ചാർജ് ഇത്ര നേരം മീൻ അടി കുറവായിരുന്നു, പക്ഷെ ഇപ്പം മീൻ കിട്ടിയപ്പോൾ നമുക്ക് പിന്നെ പഴയൊരു പവറിലേക്ക് വന്നു. നോക്കട്ടെ, ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് മീൻ കിട്ടുന്ന പോലുമില്ല. ഒരു ചേട്ടന് മാത്രം ഒരു വലിയ മീൻ കിട്ടി. പുള്ളി ഇവർ നിർത്തിപ്പോയി. ഇതാ കറക്റ്റ് ടൈം മീൻ കിട്ടാൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ്റെ ഒരു മീൻ കിട്ടി. കാണിച്ചു ചേട്ടാ, ഇപ്പോൾ ചാടി പോകും തുള്ളി കളിച്ച് കഴിഞ്ഞാൽ. കൊള്ളാം, അടിപൊളി സാധനം. അവിടെ തന്നെ ഇട്ട് നോക്കട്ടെ കിട്ടുമെന്ന്. ഇവൻ ചേട്ടൻ മീൻ കിട്ടി. ബാക്ക് ടു പഴയ ഫോമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇവൻ ചേട്ടൻ. നോക്കട്ടെ, മീൻ കൊത്തുന്നുണ്ട്, പക്ഷേ എന്നാലും ഇതെല്ലാം ചെറിയ മീനുകളാണ്. വലിയ മീൻ ഒരെണ്ണം പോലും ഇല്ല. ഓക്കെ, അപ്പോൾ ഒന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നോക്കണേ, പൊങ്ങയിൽ നോക്കി കേട്ടോ. യെസ് ഗൈസ്, ഫിഷ് ഓൺ ഫിഷ് ഓൺ ഫിഷ് ഓൺ. കണ്ട, നല്ല നൈസായിട്ടുള്ളൊരു മീൻ, നല്ല സൂപ്പർ മീനല്ലേ. നല്ലൊരു പെരളാണ്, നല്ല സൈസായിട്ടുള്ളൊരു പെരള്. ശരിക്കും പറഞ്ഞാൽ അവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നോക്കട്ടെ ഒരു സെക്കൻഡ്. കണ്ടോ എന്നാ ഭംഗിയാണ് കാണാൻ. ഓക്കെ, കണ്ടോ നല്ല നല്ല ഭംഗിയല്ലേ കാണാൻ. ഞാൻ അവൻ്റെ ഹുക്ക് ഊരട്ടെ കേട്ടോ. അവൻ്റെ ഹുക്ക് ഒക്കെ ഞാനത് ഊരിട്ട് കാണിച്ചു തരാം. ഓക്കെ, നല്ലൊരു ഡിസൈൻ അല്ലേ എനിക്ക്. ഓക്കെ, വെയിറ്റ്, ഇവ നമുക്കിവിടെ വെക്കാം. ഓക്കെ, പിന്നെ വെട്ടി വറുത്തെടുക്കാൻ. ഇത് 2 ചെറിയ മീനുണ്ടായിരുന്നു, ഞങ്ങൾ കളഞ്ഞു. അതിന് ഇത് കൂടുതൽ കിട്ടുകയായിരുന്നു, എല്ലാം ചാടി പോവുകയും ചെയ്തു. ഇത് നമുക്കിനെ വറക്കാം. ഓക്കെ, ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ.